ഇതൊക്കെ നടക്കുന്നതിനിടയിൽ ഋഷി ഭവീനോട് പറഞ്ഞ് എല്ലാവരെയും ഹോസ്പിറ്റലിലേക്കാക്കി. അവിടെ നിയയുടെ മേൽനോട്ടത്തിൽ പരിക്കേറ്റവർക്ക് യഥാസമയം ചികിത്സ നൽകി. ഭാഗ്യവശാൽ പ്രതാപ് അപകടനില തരണം ചെയ്തു. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവൻ ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന് നിയ മുന്നറിയിപ്പ് നൽകിയതോടെ ഋഷിന് ഇന്ദ്രപ്രസ്ഥം കുടുംബത്തെ മൊത്തത്തിൽ കൊന്നുകളയാനുള്ള ദേഷ്യം തോന്നി. ശരി ഡോക്ടർ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഇനി അവരെ ഞാൻ ഇവിടെ നിർത്തില്ല. എന്റെ കൂടെ കൊണ്ടുപോകും. ഇനി കേരളത്തിൽ മതി. ഋഷി മുറുകിയ മുഖത്തോടെ പറഞ്ഞപ്പോൾ നിയ അവനെ തന്നെ നോക്കി നിന്നു. എന്നാലും ഋഷി, നീ എന്തിനാ അവരെ വിശ്വസിച്ച് ഇവിടെ നിർത്തിപ്പോയത്? കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അവൾ മടിച്ചു പറഞ്ഞു. ആ, കുഴപ്പമില്ല നിയ. ഒരു തെറ്റ് ഒരിക്കലല്ലേ പറ്റൂ. ഇനി ഇവരെ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷേ അവിടെ പോയാൽ ഇനി എന്ത് ചെയ്യുമെന്നാ ചിന്തിക്കുന്നത്. ഋഷിൻ അല്പം വേദനയോടെ സ്വരത്തിൽ പറഞ്ഞതും നീ അവനെ നോക്കി. നിങ്ങളെപ്പോലൊരു നല്ല ഡോക്ടർ അവിടെ കിട്ടുമെന്ന് അറിയില്ലല്ലോ എന്നതാണ് എന്റെ ഏക സങ്കടം. ഋഷി ആശങ്കയോടെ പറഞ്ഞപ്പോൾ നീയുടെ മുഖം തെളിഞ്ഞു. ഋഷി വിഷമിക്കണ്ട. സത്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് മാറാൻ നിൽക്കുകയാണ്. അവിടെയുള്ളൊരു ഹോസ്പിറ്റലില് ഞാനൊരു ഇമ്പോർട്ടന്റ് കോൺഫറൻസിനായി വരുന്നുണ്ട്. മിക്കവാറും ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്യും. അപ്പോ നീ അവരെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. നീ ആത്മവിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ ഋഷിന് ആശ്വാസമായി. എല്ലാ ഒരുക്കങ്ങളും ചെയ്ത ശേഷം ഋഷി ശ്രീലക്ഷ്മിയെ വിളിച്ചു. അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് സുഖമില്ലെന്ന് കോൾ വന്നതിനാൽ ഭവിയെ സഹായത്തിനായി കൂട്ടി നാട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു വന്നതാണവൻ. ഋഷി, ഞാൻ നിന്റെ കോളിനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങോട്ട് വിളിച്ചാലും നീ എടുക്കില്ലല്ലോ. അവിടെ എന്ത് പറ്റിയെന്നറിയാതെ ഞാൻ പേടിച്ചു നിൽക്കുകയാണ്. ആന്റിക്കിപ്പോ എങ്ങനെയുണ്ട്? ശ്രീലക്ഷ്മി ആകാംക്ഷയോടെ അന്വേഷിച്ചത് രാവിലെ മുതൽ ഓരോ ടെൻഷനിലായിരുന്ന ഋഷിന് ആശ്വാസമേകി. അവൻ അല്പം ആവേശത്തോടെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഋഷിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഈ കാലയളവിൽ ശ്രീലക്ഷ്മിയും അച്ഛനും അമ്മയും തമ്മിൽ കണ്ടിട്ടില്ല. താൻ ഭാര്യ വീട്ടിലായതിനാൽ അവിടെ വെച്ച് അപമാനിക്കപ്പെടുന്നത് ഉമാദേവി അറിയണ്ട എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. ശ്രീലക്ഷ്മിക്കും അവരെ കാണണമെന്ന് തോന്നാത്തതിനാൽ 2 കൂട്ടർക്കും പരസ്പരം പരിചയക്കുറവുണ്ട്. ഇതെല്ലാം ആലോചിച്ച് ഋഷി മനസ്സില്ലാ മനസ്സോടെ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. അത് നന്നായി ഋഷി. ഞാൻ തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. ഇത്ര വലിയ വീട് നമുക്കുള്ളപ്പോ അവരെന്തിനാ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇപ്പോഴാണേലും അവർക്ക് സുഖമില്ലെന്നും പറയുന്നു. ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ നോക്കിക്കോളാം അവരെ. ശ്രീലക്ഷ്മി സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ട് ഋഷിന് ആശ്വാസമായി. ഋഷിനുമായി സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്ത ശ്രീലക്ഷ്മി ഏറെ കാലം കഴിഞ്ഞ് അമ്മയെ വിളിച്ചു. ഇത്രയും കാലം കഴിഞ്ഞ് നീ ഇപ്പോഴാണോ എന്നെ ഓർക്കുന്നത്? ഭർത്താവിന്റെ കൂടെ പോയെന്ന് കരുതി നമ്മളെയൊക്കെ പാടെ മറന്നോ നീ? ദേവയാനി രൂക്ഷമായി ചോദിച്ചു. അമ്മേ പ്ലീസ്, എന്നെ വഴക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എന്നിട്ട് നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞോ? ഋഷിയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല സുഖമില്ല. അവൾ പറഞ്ഞു തീരും മുമ്പ് ശ്രീലക്ഷ്മി ഇടയ്ക്ക് കയറി പറഞ്ഞു. അതിന് ഞാനെന്ത് വേണം? ഞാൻ അവരുടെ നേഴ്സായി ജോലി ചെയ്യണോ? ദേവയാനി പുച്ഛത്തോടെ ചോദിച്ചു. എന്തിനാ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഋഷി എന്റെ ഭർത്താവാണ്. അത് മാറില്ല. ശ്രീലക്ഷ്മി കഴിയുന്നത്ര ക്ഷമയോടെ പറഞ്ഞു. മാറില്ലെന്ന് ആരാ പറഞ്ഞത്? നീ ഞാൻ പറയുന്ന കേട്ടാൽ നമുക്കെല്ലാം ശരിയാക്കാം. ദേവയാനി അത് പറഞ്ഞതും ശ്രീലക്ഷ്മി ദേഷ്യപ്പെട്ടു. അമ്മേ, ദൈവം ഇത് ആദ്യം മുതൽ തുടങ്ങല്ലേ. കുറഞ്ഞത് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്ക്. എത്രയൊക്കെ ആയാലും അവർ നിങ്ങളുമായി ബന്ധമുള്ളവരാണ്. അവർക്ക് സുഖമില്ലാന്നറിഞ്ഞാ അവരെ ഒന്ന് പോയി കാണാനുള്ള കടമ അമ്മയ്ക്കുണ്ട്. നമുക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് ദേവയാനി മറുപടി പറഞ്ഞില്ല. ശ്രീലക്ഷ്മിയുടെ ചോദ്യത്തിലെ യുക്തി അവർക്ക് മനസ്സിലായി. ശരി, ഏതാ ഹോസ്പിറ്റലെന്ന് പറ. അവർ പാതി മനസ്സോടെ സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ CP ഹോസ്പിറ്റലിന് മുന്നിൽ ദേവയാനി ശ്രീലക്ഷ്മിയെ കർക്കശമായ മുഖത്തോടെ കാത്തുനിന്നു. നിന്റെ അമ്മായിയമ്മയോട് നിനക്ക് വലിയ സ്നേഹമാണെങ്കിൽ നീ പൊക്കണം. എന്തിനാ എന്നെ ഇങ്ങോട്ട് വലിച്ചിടിച്ചത്? എനിക്കിന്ന് ലേഡീസ് ക്ലബ്ബിൽ പോകാനുണ്ടായിരുന്നു. ഞാൻ വരുമെന്ന് എന്റെ ഫ്രണ്ട്സിനോട് വാക്ക് പറഞ്ഞിരുന്നു. വന്നയുടനെ ദേവയാനി തുടങ്ങി. അമ്മേ, നിങ്ങളെ ശരിക്കുള്ള പ്രശ്നം എന്താ? പണ്ട് ഋഷിനെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കാത്തതിന് നിങ്ങൾ എന്നോട് വഴക്കിട്ടിരുന്നു. ഇപ്പൊ അവൻ ജോലിക്ക് പോകുന്നു, ഒരുപാട് സമ്പാദിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ ഞാൻ അവന് വേണ്ടി ഇത് ചെയ്യേണ്ടതല്ലേ? ശ്രീലക്ഷ്മി ഇഷ്ടക്കേടോടെ ചോദിച്ചു. ഈ ലോകത്ത് നിനക്ക് മാത്രം ഒരു ഹരിചന്ദ്രന്റെ ഭർത്താവായി കിട്ടി. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഒരു നിമിഷം എന്തിനാണ് അവരോട് വരാൻ പറഞ്ഞതെന്നോർത്ത് അവൾ വിഷമിച്ചു. അമ്മേ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഒന്ന് മിണ്ടാതിരിക്കെ. അധിക നേരം അമ്മ ഇവിടെ നിൽക്കണ്ട. അവരെ കണ്ടാൽ ഉടൻ പൊയ്ക്കോ. റിസപ്ഷനിൽ കാര്യങ്ങൾ തിരക്കിയ ശേഷം അവർ പറഞ്ഞ റൂം നമ്പർ നോക്കിപ്പോയി. ആ റൂമിന് മുന്നിൽ കനത്ത സുരക്ഷ ഉണ്ടായിരുന്നു. അത് കണ്ട് ശ്രീലക്ഷ്മി പുരികം ചൊളിച്ചു. ഈ റൂമിലേക്ക് ആരെങ്കിലും കയറണമെങ്കിൽ ഋഷിൻ സാറിന്റെ അനുവാദം വേണം. സ്യൂട്ടിട്ട് അവിടെ നിന്നിരുന്ന ഒരു ബോഡി ഗാർഡ് പറഞ്ഞപ്പോൾ
മുറി മാറിപ്പോയോ എന്ന് ഒരു നിമിഷം ശ്രീലക്ഷ്മി സംശയിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ ആദിലിന്റെ കമ്പനി വഴി ഈ ക്രമീകരണം നടത്തിയത് ഋഷിനാണ്. ശ്രീലക്ഷ്മിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനായി. അവൾ ഋഷിയെ വിളിക്കാനായി ഫോൺ എടുത്തു. എക്സ്ക്യൂസ് മീ, നിങ്ങളെന്താ ഈ റൂമിന്റെ മുന്നിൽ നിൽക്കുന്നത്? ഒരു സ്ത്രീയുടെ മധുര ശബ്ദം കേട്ട് അവൾ തലയുയർത്തി നോക്കി. ഡോക്ടർ നീ അവിടെ നിൽക്കുന്നത് കണ്ടു. ഇത് പ്രതാപ്, ഉമാദേവി അവരുടെ റൂമാണോ? ശ്രീലക്ഷ്മി അല്പം മടിയോടെ ചോദിച്ചു. അയ്യോ, അങ്കിളിനെ ആന്റിയും കാണാൻ വന്നാണോ? അവർ ഈ മുറിയിലുണ്ട്. നിങ്ങൾ അവരുടെ ആരാ? നീയ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. കുറച്ചു നാളുകളായി ഋഷിന്റെ മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധയോടെ പരിചരിക്കുന്നതിനാൽ തന്നെ നീയയ്ക്ക് അവരോട് ഒരു അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അവൾ അവരെ അങ്കിൾ ആന്റി എന്ന് വിളിക്കുന്നത് പതിവായിരുന്നു. ഞാൻ അവരുടെ മരുമകളാണ്. ഇത്തവണ ശ്രീലക്ഷ്മി പറഞ്ഞു തീരും മുമ്പ് നീയ ചോദിച്ചു. അയ്യോ, ഋഷിന്റെ ഭാര്യ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? വാ, അകത്തേക്ക് വാ, അവരെ കാണാം. നീയ അവരകത്തേക്ക് നയിച്ചു. നീയ ഋഷിന്റെ പേര് പറയുകയും അവന്റെ മാതാപിതാക്കളെ അങ്കിൾ ആന്റി എന്നൊക്കെ വിളിക്കുകയും ചെയ്തപ്പോൾ ശ്രീലക്ഷ്മിക്ക് അസ്വസ്ഥത തോന്നി. ഇവരൊരു ഡോക്ടറല്ലേ? അവർക്ക് ഋഷിയുമായി എന്താ ബന്ധം? വളരെ പരിചയമുള്ള പോലെയാണല്ലോ സംസാരം. അതൊക്കെ ചിന്തിച്ച് അവളുടെ മനസ്സ് എന്തോ പോലെയായി. ഋഷിന് സർപ്രൈസ് നൽകാനായി അവൾ താൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നില്ല. ദേവയാനിയുടെ സംസാരത്തിൽ നേരത്തെ തന്നെ അസ്വസ്ഥയായ ശ്രീലക്ഷ്മി ഇപ്പോൾ നീയയുടെ പെരുമാറ്റം കൂടി ആയപ്പോൾ ആകെ അസ്വസ്ഥയായി. അങ്കിൾ, ആന്റി, നിങ്ങളെ കാണാൻ ആരാ വന്നിരിക്കുന്നത് നോക്കൂ. നീ അകത്തേക്ക് കയറി ആവേശത്തോടെ പറഞ്ഞു. ശ്രീലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ ഉമാദേവിയുടെ മുഖം തെളിഞ്ഞു. ലക്ഷ്മി മോളെ, നീയായിരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് സുഖാണോ? നിന്നെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾ ഋഷിയോട് പറഞ്ഞതായിരുന്നു. പക്ഷേ അതിപ്പോ ഇങ്ങനെയായി. അവർ സന്തോഷത്തോടെ പറഞ്ഞു. പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ശ്രീലക്ഷ്മി അവരെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് സുഖമാണ് ആന്റി. അങ്കിൾ, ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ രണ്ടാളോടും സുഖവിവരം തിരക്കി. അവളുടെ പുഞ്ചിരിച്ച മുഖവും സ്നേഹത്തോടെയുള്ള സംസാരവും കേട്ട് ഉമാദേവിയുടെ ഉള്ളം തണുത്തു. ഏയ് ശ്രീലു, നീ എങ്ങനെ വന്നു? അമ്മയ്ക്കുള്ള മരുന്നുമായി അകത്തേക്ക് വന്ന ഋഷി ശ്രീലക്ഷ്മിയെ കണ്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്താ ഋഷി, എനിക്ക് അങ്കിളിനെയും ആന്റിയെയും കാണാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ശ്രീലക്ഷ്മി നീയെ ഒന്ന് നോക്കി ചെറിയ പരിഭവത്തോടെ അവനോട് ചോദിച്ചു. അവളെ പ്രതീക്ഷിക്കാതെ കണ്ട് സന്തോഷിച്ച ഋഷിൻ അവളുടെ ശബ്ദത്തിലെ വ്യത്യാസം ശ്രദ്ധിച്ചില്ല. വരരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? രാവിലെ ഫോൺ ചെയ്തപ്പോൾ പോലും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ല. അതല്ലേ ഞാൻ ചോദിച്ചത്. ഋഷിൻ പതിവ് പോലെ മറുപടി പറഞ്ഞു. പറയാതെ വന്നാലല്ലേ സർപ്രൈസ് ആകൂ. ശ്രീലക്ഷ്മി മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ ഋഷിൻ ദേവയാനിയെ നോക്കി. ഒരു മര്യാദയ്ക്ക് അമ്മ ഇരിക്കെ എന്നവൻ പറഞ്ഞു. എന്ന് മുറുമുറുപ്പോടെ പറഞ്ഞ് ദേവയാനി പെട്ടെന്ന് തിരിഞ്ഞു. ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ആരെ ഇവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അച്ഛനും അമ്മയും എന്ത് വിചാരിച്ചോ ആവോ? ദേവയാനിയുടെ പ്രതികരണം കണ്ട് ഋഷിനുള്ളിൽ വിഷമം തോന്നി. അല്ല, ഇവരാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ശ്രീലക്ഷ്മി പെട്ടെന്ന് നീയെ ചൂണ്ടി ചോദിച്ചു. സോറി, ഞാൻ ഇതുവരെ അവരെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് ഡോക്ടർ നീയ. അവൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ്. പിന്നെ എന്റെ നല്ലൊരു ഫ്രണ്ടും അഭ്യുദയകാംക്ഷിയും എല്ലാമാണ് അവൾ. ഋഷി ആവേശത്തോടെ മറുപടി പറഞ്ഞു. നാട്ടിലെ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണേൽ ആ ഡോക്ടർക്ക് ഇവിടെ എന്താ ജോലി? ശ്രീലക്ഷ്മിയിൽ നിന്ന് കത്തി പോലെ മൂർച്ചയുള്ള ചോദ്യമുയർന്നു. അപ്പോൾ തന്നെ ഋഷിൻ തന്റെ തിടുക്കമോർത്ത് നാക്ക് കടിച്ചു. അയ്യോ ഋഷി, നീ എന്താ ഈ ചെയ്യുന്ന? നമ്മുടെ ഫാമിലിയെ പറ്റി അവൾക്കൊന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇനി എന്തു ചെയ്യും? അങ്ങനെയല്ല ശ്രീ, അവരിവിടെ കൊച്ചിയിലാണ്. ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് ഞാൻ അവരെ ആദ്യമായി കാണുന്നത്. അപ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം അവർക്ക് ന്യൂയോർക്കിൽ ജോലി ലഭിച്ചു. അല്ലേ നിയ? അവൻ പറഞ്ഞതിൽ നിയ കൺഫ്യൂഷൻ ആയെങ്കിലും എന്തെങ്കിലും ഒരു കാരണത്താലാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതേ ശ്രീലക്ഷ്മി, ഋഷിനെ ഞാൻ ഇവിടെ വെച്ചാ കണ്ടുമുട്ടിയത്. അവൾ അവൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. ശ്രീലക്ഷ്മിയെ മാനേജ് ചെയ്യുന്ന തിരക്കിനിടയിൽ ഋഷി ദേവയാനിയെ മറന്നിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.